സർ, നമ്മുടെ ഭരണഘടനയിൽ സോഷ്യലിസം, മതേതരത്വം എന്ന രണ്ട് വാക്കുകൾ ആരംഭകാലത്തില്ലായിരുന്നു. 1976 ആ വാക്കുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ആദ്യം ആ വാക്കുകൾ നമ്മൾ ഉൾപ്പെടുത്താതിരുന്നത്? എന്തുകൊണ്ട് 76 അത് ഉൾപ്പെടുത്തി? ഇതൊന്ന് വിശദീകരിക്കാം. പ്രശാന്ത്, നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന അറിയാമല്ലോ, 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. നമ്മുടെ ഭരണഘടന നിർമ്മിച്ച നിർമ്മാണ സഭയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സമിതി. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്നു ബാബാ സാഹിബ് അംബേദ്കർ. എന്നാൽ മറ്റു പല ഭരണഘടനയുടെ പല ഭാഗങ്ങളും അത് ഡ്രാഫ്റ്റ് ചെയ്തതും മറ്റും പല പ്രശസ്തരായ നമ്മുടെ ഭാരതത്തിലെ പണ്ഡിതന്മാരും സ്റ്റേറ്റ്സ്മാൻമാരുമാണ്. ഉദാഹരണത്തിന് എത്ര പേർക്ക് അറിയാമെന്ന് തോന്നുന്നില്ല, ഫാദർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആരാണെന്ന് പ്രശാന്തിന് അറിയാമോ? എനിക്കറിയില്ല സർ. സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓ, അത് ശരി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഇന്ന് ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് ചേർത്തിരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്രാഫ്റ്റ് ചെയ്തത്. ഓ, അത് ശരി. സർദാർ വല്ലഭായ് പട്ടേലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഭരണഘടന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വലിയ സുദീർഘമായ ചർച്ചകൾക്ക് ശേഷം ഭരണഘടനയിലെ ഓരോ അനുച്ഛേദങ്ങളെക്കുറിച്ചും സുദീർഘമായ ചർച്ചകൾ ഭരണഘടനയിൽ, ഓരോ വാക്കും നമ്മൾ ഓരോ വാക്കും. അതുകൊണ്ട് ഇന്നും ഭരണഘടന വ്യാഖ്യാനം ചെയ്യുമ്പോൾ ന്യായാധിപന്മാർ ആ ചർച്ചകളിലേക്ക് പോകാറുണ്ട്. ആ ചർച്ചകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് ഭരണഘടനാ വകുപ്പുകളുടെ പ്രൊവിഷൻസിൻ്റെ കൊണ്ട് ഭരണഘടനാ നിർമ്മാതാക്കൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ ഈ ചർച്ചകൾ പഠിക്കണം, സഹായിക്കും. അത് വളരെ റെഫറൻസ് മെറ്റീരിയലാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഭരണഘടന 50 നിലവിൽ വന്നപ്പോൾ ഇതിൻ്റെ ആമുഖം എഴുതി ഉണ്ടാക്കിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അത് കേട്ടിട്ടുണ്ട്. അത് കേട്ടിട്ടുണ്ട്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് കേട്ടിട്ടുണ്ട്. പലയിടത്തും ഇല്ല, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യം ഒരുപക്ഷെ എൻ്റെ പരിമിതിയായി ഇല്ല. അത് പലരും അത് കൂടുതലും പ്രശസ്തി കിട്ടിയിട്ടില്ല, എന്തൊക്കെ കാരണങ്ങളാൽ. പക്ഷെ ഇത് കേട്ടിട്ടുണ്ട്, നെഹ്റുവാണ് ആമുഖം എഴുതിയത്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. എല്ലാവരുടെയും ശ്രദ്ധയിലിരിക്കട്ടെ. ഈ ആമുഖത്തിൽ മതേതരത്വം, സെക്യുലറിസം എന്ന വാക്ക് ഇല്ലായിരുന്നു. 1950 നിലവിൽ വന്ന ഭരണഘടനയിൽ 76 വരെ 26 വർഷം ഈ ഭരണഘടന വളരെ സുഗമമായി പ്രവർത്തിച്ചത് ഈ വാക്കില്ലാതായിരുന്നു. പക്ഷെ അന്നൊന്നും മതേതരത്വത്തിനും സോഷ്യലിസത്തിനും ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. വന്നതിന് ശേഷം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ട് അറിയാമോ? ഈ 76 വന്നതിന് ശേഷവും അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇതുണ്ടായതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഈ മതേതരത്വം നമ്മുടെ ഭരണഘടനയിലെ പല ആശയങ്ങളും വൈദേശികമായ ഭരണഘടനകളിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളതാണ്. നല്ല ആശയങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ മതേതരത്വം എന്ന പദം ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന വലിയ ലോകപ്രശസ്തമായ മുദ്രാവാക്യം, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അടിസ്ഥാനമാണത്. അവിടെ നിന്നാണ് നമ്മളത് സ്വീകരിച്ചത്. വളരെ റെലവൻ്റ് ആണ്. അതിന് സമാനമാണോ ഈ മതേതരത്വം എന്നുള്ള വാക്ക്? നമ്മളൊന്ന് പരിശോധിക്കണം. ഓക്കെ. ഈ മതേതരത്വം എന്ന വാക്കിനോടൊപ്പം മറ്റൊരു വാക്കുകൂടി ഒരാൾ കോയിൻ ചെയ്താണ്, ഒരാൾ രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ വാക്ക്. മറ്റേ വാക്കിൻ്റെ പേര് ജിങ്കോയിസം എന്നാണ്. ജിങ്കോയിസം അതിനൊപ്പം ഉണ്ടാക്കിയതാണ് ഈ വാക്ക്. സാർ, ഒരു ഇച്ചിരി ആക്ഷേപ രീതിയിൽ ഉണ്ടാക്കിയ ഒരു വാക്കാണ്. കേട്ടപ്പോൾ തന്നെ തോന്നുന്നു, അങ്ങനെ കേട്ടിട്ടുണ്ട് എവിടെയോ. ഒരു ഹാസ്യോദ്യോതകമായ സറ്റേറിക്കലായിട്ടുള്ള പരിഹാസം കലർന്ന ആണ് ജിങ്കോയിസം. അതിനൊപ്പമാണ് സെക്യുലറിസവും കോയിൻ ചെയ്യുന്നത്. ജോർജ് ഡാനിയൽ ഹോളിയോക്ക് എന്ന് പറയുന്ന അവര് എത്തീസ്റ്റ് എന്ന് പറയില്ല, നിരീശ്വരവാദി, അതിന് സമാനമായിട്ട് ആഗ്നോസ്റ്റിക് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരെന്തിലും സംശയം വെച്ച് എന്നൊക്കെ പറയാം. അതായത് മതമുണ്ടോ എന്ന് സംശയമാണ്. അവർ അംഗീകരിക്കില്ല. ദൈവമുണ്ടോ എന്ന് അംഗീകരിക്കില്ല. ഇതിൻ്റെ നിലനിൽപ്പ് ദൈവം ഉണ്ടോ എന്നുള്ളതിനെ എത്തീസ്റ്റുകൾ ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അവർ പറഞ്ഞ് ഈ ദൈവം എന്ന വിശ്വാസത്തിനെ സാധൂകരിക്കാൻ പറ്റില്ല, സംശയമാണ്. ഈ സംശയത്തിനെ അടിസ്ഥാനമാക്കി ഈ കാര്യങ്ങളെ കാണുന്ന ഒരു ചിന്താധാരയാണ് ആഗ്നോസ്റ്റിക്സ് എന്ന് പറയും. അങ്ങനെ ഉള്ളൊരു ആഗ്നോസ്റ്റിക് അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ കുറച്ച് പരിഹാസോദ്യോതകമായിട്ട് സറ്റേറിക്കലായിട്ട് ഉണ്ടാക്കിയ 2 വാക്കുകളാണ്. അദ്ദേഹം ജിങ്കോയിസം കൊണ്ട് ഉദ്ദേശിച്ചത് ഈ ബ്രിട്ടൻ സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രമാണ്. കാര്യം ധാരാളം കോളനികളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു കോളനിയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ മറ്റേ കോളനിയിൽ സൂര്യൻ ഉദിച്ചിരിക്കും.
അപ്പോൾ ശശി തരൂർ ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്, സൂര്യന് പോലും ബ്രിട്ടീഷുകാരെ വിശ്വാസമില്ലായിരുന്നു എന്നാണ് പറയുന്നത് എന്ന് തമാശ പറഞ്ഞു. അപ്പോൾ ഈ ബ്രിട്ടീഷ് മേൽക്കോയ്മയിൽ അഭിമാനിക്കുന്ന അല്ലെങ്കിൽ ദുരഭിമാനം കാണുന്ന കുറേ ബ്രിട്ടീഷേഴ്സ് ഉണ്ടായിരുന്നു. അവരെ കളിയാക്കാൻ വേണ്ടിയാണ് ജിങ്കോയിസം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത്. അതേപോലെ തന്നെ എന്തിലും മതം കലർത്തുക, തത്വശാസ്ത്രത്തിൽ, സ്നേഹത്തിൽ, കുടുംബജീവിതത്തിൽ, ഭരണത്തിൽ എന്തിലും മതം കൂടി കലർത്തി വിടുക. അത് ആ സ്വഭാവമുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സെക്കുലറിസ്റ്റ് എന്നും സെക്കുലറിസം എന്ന പദം വന്നത്. ഇതാണ് ഈ പദത്തിന്റെ ഒറിജിൻ. ഇതിനെയാണ് നമ്മൾ എടുത്ത് ഭരണഘടനയിൽ 76 കൊണ്ടുവരുന്നത്. അല്ല, ഇതൊരു വലിയൊരു വിപ്ലവത്തിലൂടെയോ ഒന്നും വന്ന ഒരു പദമല്ല. ഒരു ക്രിട്ടിക്കായിട്ട്, ക്രിട്ടിക്കലായിട്ട് ലേഖനങ്ങൾ എഴുതുന്ന ഒരാൾ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ജിങ്കോയിസവും സെക്കുലറിസവും, ജിങ്കോയിസ്റ്റും സെക്കുലറിസ്റ്റും ആ രീതിയിൽ രൂപകൽപ്പന ചെയ്തൊരു കോയിൻ ചെയ്ത പദമാണ്. ഈ പദമാണ് നെഹ്റു പറഞ്ഞത് നമ്മുടെ ആമുഖത്തിൽ ചേർക്കേണ്ടതില്ല. ഇത് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടത് HV കാമത്ത് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഒരു അംഗമായിരുന്നു. ഇതെല്ലാം ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മിനിറ്റ്സിൽ ലഭ്യമാണ്. HV കാമത്തിന്റെ വാദഗതിയെ നെഹ്റുവും അംബേദ്കറും എതിർത്തു. കാരണം മതേതരത്വത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ ഭരണഘടനയിൽ ഉറപ്പാക്കുന്നുണ്ട്. സമത്വം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അൺടച്ചബിലിറ്റി ഇല്ലാതാക്കുക, അതെല്ലാം നമ്മൾ മൗലികാവകാശങ്ങളായിട്ട് പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഈ ഒരു വാക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട എന്നുള്ളതായിരുന്നു വാദഗതി. അങ്ങനെ നമ്മുടെ ഭരണഘടന 1950 ജനുവരി 26 സ്വീകരിക്കുമ്പോൾ ഈ രണ്ട് പദങ്ങളും അവിടെ ഇല്ല. പിന്നീട് ഈ അടിയന്തരാവസ്ഥ എന്ന നമ്മൾ ഇന്ന് ഭരണഘടനയെ വളരെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുമല്ലോ. ആ ഭരണഘടന ഏറ്റവും താഴേക്ക് പോയ ഒരു കാലഘട്ടമാണ് ഈ അടിയന്തരാവസ്ഥ. ആ അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളിൽ ഒരു അമെൻമെന്റിലൂടെയാണ് ഈ രണ്ട് പദങ്ങൾ ഭരണഘടനയിൽ ഇടം പിടിച്ചത്. മനസ്സിലായി. അപ്പോൾ ഈ സെക്കുലറിസം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് സോഷ്യലിസത്തിലേക്ക് വരാം. എന്താണ് സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എല്ലാ വിഭവങ്ങളും സ്റ്റേറ്റിൻ്റെ അധീനതയിലേക്ക്, സ്റ്റേറ്റാണ് എല്ലാത്തിൻ്റെ ഉടമസ്ഥൻ. ഉൽപാദന പ്രക്രിയ, ഉൽപ്പന്നം, എല്ലാം സ്റ്റേറ്റിൻ്റെ ഉടമസ്ഥതയിലിരിക്കുന്നു. സ്റ്റേറ്റ് അത് എല്ലാവർക്കും തുല്യമായി വീതിക്കുന്നു. നമ്മൾ ഒരുപക്ഷെ കഴിഞ്ഞ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ അറിയാം, നമ്മളെപ്പോഴും റഷ്യയിലേക്ക് നോക്കൂ. നമ്മുടെ ഒരു വാഗ്ദത്ത ഭൂമിയായിരുന്നു റഷ്യ. അരവിന്ദന്റെ ഒരു സിനിമയിൽ ഒരു പ്രയോഗമുണ്ട്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനുവേണ്ടി വൈദ്യുതി അപ്പോൾ തന്നെ റഷ്യൻ ഗവൺമെന്റ് അവന്റെ വീട്ടിലെത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു. അതിൽ വിവാദം സൃഷ്ടിച്ച ഒരു സിനിമ ഡയലോഗ്. അങ്ങനെ നമ്മൾ സോവിയറ്റ് നാട്, സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞ് ഈ അവിടുത്തെ സോഷ്യലിസം ഇപ്പോൾ നമ്മൾ ചങ്കില ചൈന എന്ന് പറയുന്നത് ഇപ്പോൾ അത് ചങ്കില ചൈന ആയിട്ടുണ്ട്. അപ്പോൾ ഈ സോഷ്യലിസം ആയിരുന്നു നമ്മൾ സ്വപ്നം കണ്ടത്. അപ്പോൾ ആ സോഷ്യലിസമാണ് ഇന്ദിരാഗാന്ധി ഇവിടേക്ക് ചേർത്തത്. മനസ്സിലായില്ലേ? നമ്മൾ സോവിയറ്റ് യൂണിയനിൽ എന്ത് സംഭവിച്ചു എന്ന് പിന്നീട് കണ്ടു. 15 രാജ്യങ്ങളായിട്ട് ചിന്ന ഭിന്നമായി. ഇപ്പോൾ തമ്മിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ വർഷങ്ങളായിട്ട് യുദ്ധവുമായി. ഇത് ഈ സമത്വവും സാഹോദര്യവും വർഗ വിപ്ലവവും വർഗരഹിത വിപ്ലവവും ഒക്കെ നടന്നൊരു സ്ഥലമാണ്. പ്രോലിറ്റേറിയറ്റും ബൂർഷ്വയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ പദം ഇവിടെ ചേർത്തത് കാരണം, ഇതില്ലാതിരുന്നത് കാരണം ആ 26 വർഷം നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ രാജ്യത്ത് എന്ത് ഒരാപത്തും ഉണ്ടായില്ല. അത് വന്നതിന് ശേഷം എന്തെല്ലാം പ്രയോജനം, പ്രത്യേകിച്ച് വലിയ മേന്മയൊന്നും പറയാനില്ല. പഴയതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന അതിന്റെ അതേ ആ അന്തസത്തയോടുകൂടി മുന്നോട്ട് പോകും. ഒരു വലിയ മാറ്റം ഉണ്ടായി. 91 ഈ ഭരണഘടനയിൽ സോഷ്യലിസം കൊണ്ടുവന്ന ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് തന്നെ, നരസിംഹറാവുവാണ് ഇത് ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുത്തത്. എക്കണോമി ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുത്തത്. നമ്മുടെ ഘാട്ട് കരാറ്, നമ്മുടെ ലിബറലൈസേഷൻ ഒക്കെ വരുന്നത് 91 അന്ന് മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയും നരസിംഹറാവു പ്രധാനമന്ത്രിയും. ആ ഒരു ഓപ്പണിംഗ് അപ്പൊക്കെ നമ്മുടെ ഈ സോക്കോൾഡ് സോഷ്യലിസത്തിനെതിരാണ്. മനസ്സിലായില്ലേ? പക്ഷെ നെഹ്റുവിന്റെ കാലത്ത് നെഹ്റു ഒരു കാര്യം ചെയ്തിരുന്നു. സോഷ്യലിസം ഭരണഘടനയിൽ ചേർത്തില്ല എങ്കിലും സോവിയറ്റ് യൂണിയന്റെ ഒരു ആരാധകനായിരുന്നു നെഹ്റു. സോവിയറ്റ് യൂണിയനിലെ പല പദ്ധതികളും അദ്ദേഹം ഇവിടെ നടപ്പാക്കിയിരുന്നു. നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ, 5 ഇയർ പ്ലാൻസ് ധാരാളം 5 ഇയർ പ്ലാൻസ് നടന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടിയെന്നുള്ളത് വേറെ ചോദ്യം. പ്ലാനിംഗ് കമ്മീഷൻ,
പ്ലാനിംഗ് കമ്മീഷൻ. അത് അന്ന് പലരും തമാശ പറയാറുണ്ട്, ഞാൻ പ്ലാനിൽ പോയിരിക്കാനുള്ള ഒരു കമ്മീഷനാണ് ഈ പ്ലാനിംഗ് കമ്മീഷൻ. പൊതുവെ നമ്മൾ പറയില്ല, ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ചില ന്യായാധിപന്മാരെ, IAS ഉദ്യോഗസ്ഥന്മാരൊക്കെ റിട്ടയർ ആകുമ്പോൾ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ധാരാളം പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു റീഹാബിലിറ്റേഷൻ, പുനരധിവാസ സ്ഥലമായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. ഇപ്പോൾ അത് നരേന്ദ്രമോദി സർക്കാർ വന്ന് അതിനെ നീതി ആയോഗ് എന്ന് പറഞ്ഞ് വളരെ വൈബ്രന്റ് ആക്കി അതിനെ മാറ്റിയെടുത്തു. ഇപ്പോൾ അറിയാമല്ലോ, പ്ലാനിംഗ് കമ്മീഷൻ മാറ്റി. അപ്പം അതിന്റെ സ്വഭാവം തന്നെ പൊളിച്ചടുക്കി എന്നുള്ള വാക്കാണ് കറക്റ്റ്. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതികൾ കാരണം രാജ്യത്ത് അന്ന് ഇടതുപക്ഷം അതിനെ പഞ്ചവത്സര പദ്ധതി എന്ന് കളിയാക്കുമായിരുന്നു. കാര്യം അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിക്കാത്ത കാരണം. ഇന്ത്യ മുന്നണിയിൽ അത് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ പഞ്ചവത്സര പദ്ധതി എന്നാണ് അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സോഷ്യലിസം നടപ്പാക്കാൻ നെഹ്റു പരമാവധി ശ്രമിച്ചതാണ്. നെഹ്റു ആണ് നമ്മുടെ പൊതുമേഖലയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്നത്, സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കുറച്ചു കൊടുത്തുണ്ട്. അല്ലെങ്കിൽ മിക്സഡ് എക്കണോമി. നമ്മുടെ ഈ ടെലിഫോണും എറണാകുളത്ത് എടപ്പള്ളിയിൽ ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായിരുന്നു, വൈകുന്നേരത്ത് ബ്രെഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും സർക്കാരായിരുന്നു വ്യവസായം നടത്തിക്കൊണ്ടിരുന്നത്. നമ്മളെ BSNL ഒക്കെ നമുക്ക് അറിയാമല്ലോ. പിന്നെ ഉണ്ടായ മാറ്റങ്ങളും ഇന്ന് ടെലിഫോൺ എന്ന് പറയുന്ന യൂട്ടിലിറ്റി ഒരു ചെറിയൊരു പെട്ടിക്കടയിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന രീതിയിലേക്ക് അത് മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങളൊക്കെ അനിവാര്യവും അപ്രതിരോധ്യവുമാണ്, അതിനെ എതിർക്കാൻ പറ്റില്ല. ഈ സോഷ്യലിസം 76-ൽ ഈ ഭരണഘടനയിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷമാണ് 91-ൽ നരസിംഹറാവു ഈ സോഷ്യലിസത്തിന് അതിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്കെതിരായിട്ടുള്ള ഈ ലിബറലൈസേഷൻ നടപ്പാക്കി. അത് അനിവാര്യമാണ്. രാജ്യത്തിന്റെ ഇന്ത്യയുടെ വാതിലുകൾ തുറന്നിട്ട് ലോക കമ്പോളത്തിന് അതുവരെ നമ്മൾ ബാൽക്കണിയിൽ ഇരുന്ന് കളി കാണുകയായിരുന്നു. നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല, മത്സരമില്ല, ക്വാളിറ്റി ഇല്ല, ഒന്നുമില്ല. നമ്മൾ കളി കാണുന്നവരായിരുന്നു. ഇന്ന് നമ്മളും ആ ഫീൽഡിലേക്ക് ഇറങ്ങി കളിക്കാൻ തുടങ്ങി. നമ്മൾ വളരാൻ തുടങ്ങി. നമ്മുടെ കയറ്റുമതി, പ്രതിരോധ വസ്തുക്കൾ ഉൾപ്പെടെ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ സോഷ്യലിസം ലോകത്തിലെ ഒരു 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ സോഷ്യലിസം ഈ ഭരണഘടനയിൽ ഇൻസേർട്ട് ചെയ്തത് കാരണം അതില്ലാതിരുന്നപ്പോഴും അത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷവും കാതലായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. മതേതരത്വവും അതുപോലെ തന്നെയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഭരണഘടനയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേക അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭാഷാപരവുമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷം, സാംസ്കാരികവും ഉണ്ട്. അവിടെ മതമൊന്നും എടുത്ത് പറയുന്നില്ല, പിന്നെ മതം ആണെന്ന് പറയുന്നതൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവർക്ക് ചില പ്രത്യേക അവകാശം അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു. ഇപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വരെ അതിൻ്റെ വ്യാഖ്യാനത്തിൽ ന്യൂനപക്ഷ പദവി കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊക്കെ ഈ ഭരണഘടന ഉറപ്പാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉറപ്പാക്കിയിരുന്നു. ഈ മതേതരത്വത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷത, എല്ലാ മതങ്ങളിൽ നിന്നും തുല്യ അകലം പാലിക്കുക, സർവധർമ്മ സമഭാവന, ഒരു മതത്തിനോടും പ്രത്യേക മമത കാണിക്കാതിരിക്കുക, എല്ലാ മതങ്ങളിലും തുല്യത പാലിക്കുക, ഭരണകൂടം മതകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അതൊക്കെ പ്രായോഗികമായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ. എല്ലാം നടക്കുന്നില്ല. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ എന്നും വിവാദമായ ഒരു വിഷയമാണ്. ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇല്ല, ജനകീയ സർക്കാരിൻ്റെ നിയമിക്കുന്ന ദേവസ്വം ബോർഡുകളാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങളുടെ വലിയൊരളവ് വരെ അതിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതിന് സമാനമായിട്ട് മറ്റു മതങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ല, നമ്മൾ എൻവിസേജ് ചെയ്തിട്ടും നടപ്പാക്കിയിട്ടുമില്ല. ഇല്ലേ? അപ്പം ഈ മതേതരത്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത് പോലെ ആ പൂർണ്ണമായ അർത്ഥത്തിൽ അതൊക്കെ വിവാദ വിഷയങ്ങളാണ്. അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ, അതിൽ കൂടുതൽ ചർച്ചകൾ നടക്കട്ടെ, കൂടുതൽ വിശകലനങ്ങൾ നടക്കട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സോഷ്യലിസവും സെക്യുലറിസവും നമ്മുടെ ഒറിജിനൽ ഭരണഘടനയിൽ ചേർത്തിരുന്നില്ല. 26 വർഷങ്ങൾക്ക് ശേഷമാണ് ചേർത്തത്. ഇത് ചേർക്കുന്നതിന് മുമ്പുള്ള ഭരണഘടനയും ചേർത്തതിന് ശേഷമുള്ള ഭരണഘടനയിലും എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടായോ? രാജ്യത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടായോ? ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, പഠിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. ഈ അവസരത്തിൽ എനിക്കിതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും സാറ് വളരെ ഇൻഫർമേറ്റീവാണ് സാറ് പറഞ്ഞ കാര്യങ്ങൾ. ഈ 2 വാക്കുകൾ ഇത് നമ്മളെല്ലാവരും ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പിൽക്കാലത്ത് 76-ൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫാദർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആ ക്ലോസൊക്കെ ഉണ്ടാക്കിയത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലാണ്. അതുപോലെ ഇതിൻ്റെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഇത് പുതിയ തലമുറയ്ക്കും വളരെയധികം എന്താ പറയണ്ടേ, ആഴത്തിൽ അറിവ് നേടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. എന്തായാലും സെക്കുലറിസത്തെക്കുറിച്ചും സോഷ്യലിസത്തെക്കുറിച്ചും ഉള്ള വാദങ്ങൾ, ചർച്ചകൾ, വിശകലനങ്ങൾ നമുക്കിനിയും തുടരാം. തീർച്ചയായിട്ടും.